വെൽക്കം ബാക്ക് ടു AR ട്രാവലർ. ഇപ്പൊ നമ്മൾ തൊണ്ടയാട് ബൈപ്പാസ് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈലൈറ്റ് മാളിന്റെ ആ ഒരു ഫ്രണ്ട് വരെയുള്ള ഹൈലൈറ്റ് മാളിന്റെ ആ ഒരു പ്രദേശം വരെയുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സെക്കൻഡ് പാർട്ട് നിങ്ങൾ കാണുന്ന ഉടൻ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അപ്പം ഏകദേശം നമ്മൾ പറയുകയാണെങ്കിൽ 1 കിലോമീറ്ററോളം നമ്മൾ ആ ബൈപ്പാസ് കഴിഞ്ഞ് 1 കിലോമീറ്ററിൻ്റെ അടുത്ത് ഇവിടെ 6 വരി പാത ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. 1 കിലോമീറ്റർ കൂടുതൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ സർവീസ് റോഡ് താഴ്ന്നിട്ടാണ് വരുന്നത്. പക്ഷെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ സർവീസ് റോഡ് ഉയർന്നിട്ടും നമ്മളെ 6 വരി പാത താഴ്ന്നിട്ടാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ബ്രിക്സ് വാളുകൾ നിർമ്മിച്ചത് കാണാൻ സാധിക്കും. ഈ ബ്രിക്സ് വാളിന്റെ മുകളിലൂടെയാണ് സർവീസ് റോഡ് പോകുന്നത്. ഇപ്പൊ പന്തീരങ്കാവില് ബ്രിക്സ് വാളാണ് തകർന്നു വീണത്. പക്ഷെ ആ തകർന്നു വീണതൊക്കെ അവർ പെട്ടെന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് ബ്രിക്സ് വാൾ നിർമ്മിക്കുമ്പോൾ ഒരു ഇത്ര ലെയർ ആയി കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് പിന്നെ വീണ്ടും ബ്രിക്സ് വാള്, അപ്പോൾ അത് കറക്റ്റ് ആ രീതിയിൽ വെച്ച് കഴിഞ്ഞാലാണ് അതിൻ്റെ കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് നല്ല മഴയൊക്കെ വന്ന് ഈ പ്രത്യേകിച്ച് മണ്ണ് ഫില്ല് ചെയ്തിട്ടാണല്ലോ ദേശീയപാത ഉണ്ടാകുന്നത്. അപ്പം മണ്ണ് ഫില്ല് ചെയ്യുമ്പോൾ മണ്ണ് കംപ്ലീറ്റ് വെള്ളം കുടിച്ച് മൊത്തത്തിൽ വെയിറ്റ് വന്ന് അങ്ങനെ മറിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കൊള്ളു കെട്ടുമ്പോൾ അതേപോലെ ചെങ്കല്ലൊക്കെ വെച്ച് കെട്ടുന്ന സമയത്ത്, പിന്നെ അതേപോലെ പഴയ കിണറുകളൊക്കെ കല്ല് വെച്ച് കെട്ടുന്ന സമയത്തൊക്കെ ഒരു ഒരു അത്ര ഹൈറ്റ് വരെ ഒരു ലെയർ വരെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കെട്ടൂല. പിന്നെ അടുത്ത മഴയ്ക്ക് വേണ്ടി മഴ വരെയുള്ള സമയത്ത് ഒരു അത്ര ലിമിറ്റിലാണ് കിട്ടുള്ളൂ. അപ്പം വലിയ മതിലുകളൊക്കെ അങ്ങനെ കെട്ടും. അപ്പോൾ അടുത്ത മഴ കൊള്ളാനുള്ള ലിമിറ്റ് ഒരു ഹൈറ്റ് വരെ അവിടെ. അപ്പോൾ മഴയൊക്കെ കൊണ്ട് നല്ല രീതിയിൽ സെറ്റായി മണ്ണൊക്കെ നല്ലോണം അമർന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാലവർഷത്തിന്റെ മുന്നേ ആണ് വീണ്ടും കെട്ടുക. അപ്പം അങ്ങനെയാകുമ്പോൾ എന്താ, ഈ ഒറ്റയടിക്ക് ഹൈറ്റിൽ കെട്ടുമ്പോൾ മറിഞ്ഞു വീഴാനുള്ള സാധ്യത കുറഞ്ഞു. അപ്പം അതേപോലെ കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആ പന്തീരങ്കാവിലുള്ള സംഭവം എന്തായാലും ഉണ്ടാവില്ലായിരുന്നു. അപ്പം നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ടിലെത്തി. ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ടിൽ നേരത്തെ റൈറ്റ് സൈഡിലൊന്നും മണ്ണടിച്ച് ഉയർത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ റൈറ്റ് സൈഡിലൊക്കെ മണ്ണടിച്ച് ഉയർത്തി നേരെ നമ്മളെ ഹൈലൈറ്റ് മാളിൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന എലിവേറ്റഡ് ഹൈവേ ആയിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണടിച്ചുയർത്തി 6 വാളുകൾ കൊണ്ട് വാളുകൾ നിർമ്മിക്കാനുള്ള വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എലിവേറ്റഡ് ഹൈവേയുടെ ഉൾഭാഗത്ത് കൂടെ Oh my God. NS God. ഇവിടെയൊക്കെ നമ്മൾ 6 വരി പാത സാധാരണ ചിലയിടത്തൊക്കെ നമ്മൾ ഓണടിക്കേണ്ട കാര്യമില്ല. 6 വരി പാതയുടെ ഗ്യാപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്ത് കുടുക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൂരാട് പാലം അതേപോലെ ചിലയിടത്തൊക്കെ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കില്ല. എന്തായാലും ഇത് നല്ലൊരു കാര്യമാണ് ചെയ്തത് എന്ന് വേണം നമുക്ക് പറയാം. വേണമെങ്കിലല്ല, അല്ലാതെ തന്നെ എന്റെ മോനെ ഈ വെള്ളം ഒരു കിലോമീറ്റർ അടുത്ത് എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് നമ്മൾ ഹൈലൈറ്റ് മാളിന്റെ ഫ്രണ്ടിലൂടെ പാസ് ചെയ്ത് പോകുന്നത്. ഇത് മുകളിലൊക്കെ കയറണമെന്നുണ്ടായിരുന്നു. ഈ ഒരു പക്ഷേ കയറാൻ സാധിക്കും, കാരണം കംപ്ലീറ്റ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പെർമിഷൻ കിട്ടിയാൽ നമുക്ക് കയറാം.
Oh my God. കളിക്കരുത്. ഇവിടെയൊന്നും മഴയുടെ കാര്യമായിട്ട് മഴയൊന്നുമില്ല. നമ്മുടെ നാട്ടിലിപ്പം നമ്മൾ ആദ്യം എറണാകുളം ഭാഗങ്ങളിലോ മറ്റ് സിറ്റികളിലൊക്കെ ആയിരുന്നു റെൻ്റേ കാറിൻ്റെ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും അത് വ്യാപകമായി കണ്ടുവരുന്നുണ്ട്. കണ്ടോ നിങ്ങൾ, ഇൻഡസിൻ്റെ റെൻ്റേ കാറാണ്. പക്ഷേ ഈ റെൻ്റേ കാറൊക്കെ ഓക്കെ, പക്ഷേ ഈ നമ്പർ പ്ലേറ്റ് മഹാവൃത്തികെട്ട നമ്പർ പ്ലേറ്റാണ്. എന്താണ് നിങ്ങളൊരു അഭിപ്രായം? കാരണം ആ നമ്പർ പ്ലേറ്റ് സാധാരണ രീതിയിൽ റെൻ്റ് എടുക്കുന്ന ആളുകളൊക്കെ അവരൊരു പ്രൈവസിക്ക് മറ്റുള്ള ആളുകൾക്കും ഒന്നും തിരിയാതെ ഒരു പ്രൈവസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അതല്ല നമ്മുടെ സബ്ജക്റ്റ്. ഇപ്പം നമ്മൾ ഹൈലൈറ്റ് മാൾ കഴിഞ്ഞിട്ടുള്ള പ്രദേശത്തെത്തി. ഇവിടെ കംപ്ലീറ്റ് പാറകൾ ഇപ്പോഴും പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. പാറകൾ നല്ല രീതിയിൽ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒന്നും മഴ പെയ്തിട്ടില്ലേ? ഇവിടെ ഒന്നും മഴക്കാലമല്ലേ? നമ്മളെ ഹൈലൈറ്റ് മാളിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള പാറകൾ ഇപ്പോഴും പൊട്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഏതാണ്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മഴയത്ത് ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല സുഖമാണ് പാറ പൊട്ടിക്കാൻ. കാരണം പൊടിപാറുന്ന പ്രശ്നം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളം അടിക്കേണ്ടി വരും. അപ്പോൾ മഴയത്ത് ഒരു ചാറ്റൽ മഴയും കൂടി അതിൻ്റെ കൂടെ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചെറിയ മഴ കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ പൊട്ടിച്ച് നീക്കാൻ പറ്റും. അപ്പോൾ ഏതാണ്ട് പൊട്ടിച്ച് തീരാറായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം നമ്മുടെ സെക്കൻഡ് പാർട്ട് ഹൈലൈറ്റ് മാൾ വരെയുള്ള പ്രദേശത്തിൻ്റെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്യാമെന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ റിക്വസ്റ്റ് ചെയ്യുന്നു.